നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. അവകാശ പോരാട്ടങ്ങളുടെ നിലയ്ക്കാത്ത 40 വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ തിരൂരങ്ങാടി താലൂക്ക് സമ്മേളനം ഓഗസ്റ്റ് 9-നും 10-നും ചെമ്മാട് CH സൗധത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9-ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങുന്ന സഹകാരി സംഗമം P. ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം നടക്കുന്ന 2ാം സെഷനിൽ സമഗ്ര സഹകരണ നിയമ ഭേദഗതി ലക്ഷ്യം വളർച്ചയോ തകർച്ചയോ എന്ന വിഷയം AK മുഹമ്മദ് അലി അവതരിപ്പിക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM A സലാം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തിരൂരങ്ങാടി താലൂക്ക് സമ്മേളനം ഈ വരുന്ന ആഗസ്റ്റ് 9, 10 തീയതികളിൽ ചെമ്മാട് CH സൗധത്തിൽ വെച്ച് നടക്കുകയാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിച്ച് അതിൻ്റെ ഭാഗമായി യൂണിറ്റ് സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് താലൂക്ക് തലത്തിൽ സമ്മേളനം നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ സമ്മേളനവും ഡിസംബർ മാസത്തിൽ സംസ്ഥാന സമ്മേളനവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. താലൂക്ക് സമ്മേളനം ആഗസ്റ്റ് 9-ാം തീയതി 3 മണിക്ക് സിയുടെ സംസ്ഥാന പ്രസിഡന്റ് P. ഉബൈദുള്ള MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ നമ്മുടെ തിരൂരങ്ങാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ J. ഒലിവർ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിൽ താലൂക്കിലെ UDFൻ്റെ ഭരണസമിതി അംഗങ്ങളാണ് ആ സംഗമത്തിൽ സഹകാരി സംഗമം എന്ന് പേരിട്ടിട്ടുള്ള ആ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ അവർക്കുള്ളൊരു ക്ലാസ് സഹകരണ നിയമ സമഗ്ര ഭേദഗതി ലക്ഷ്യം വളർച്ചയോ തകർച്ചയോ എന്ന പ്രമേയത്തിൽ സിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AK മുഹമ്മദ് അലി വിഷയം അവതരിപ്പിക്കും. അതിൽ താലൂക്കിലെ വിവിധ ബാങ്കുകളുടെ പ്രസിഡന്റുമാർ, സിയുടെ സംസ്ഥാന ജില്ലാ താലൂക്ക് നേതാക്കന്മാരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 2ാം ദിവസം ആഗസ്റ്റ് 10 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ താലൂക്കിലെ സിയുടെ മുഴുവൻ മെമ്പർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് നടക്കുന്നത്. അതിൽ സിയുടെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം സാഹിബാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിൽ സിയുടെ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് മുഖ്യ പ്രഭാഷണം നടത്തും. റിട്ടയർഡ് JR നൗഷാദ് അരീക്കോടാണ് വിഷയം അവതരിപ്പിക്കുന്നത്. സഹകരണ ജീവനക്കാർ പ്രതിബദ്ധത, കർത്തവ്യങ്ങൾ, അവകാശങ്ങൾ എന്ന വിഷയത്തിലാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അതിലിതുപോലെ തന്നെ സിയുടെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് യാത്രയപ്പ് സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരം പരിപാടികളാണ് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് നമ്മുടെ പരിപാടി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അനീസ് കൂരിയാടൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VK സുബൈദ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഊരകം, സംസ്ഥാന സെക്രട്ടറി K. കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയ നിരവധി ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ സമ്മേളനത്തിൽ നമ്മുടെ താലൂക്കിലെ എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും അവരുടെ ഈ സേവനം മുൻനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു ആദരവ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ശനിയാഴ്ച നടക്കുന്ന 2ാം സെഷനിൽ സഹകരണ ജീവനക്കാർ പ്രതിബദ്ധത, കർത്തവ്യങ്ങൾ, അവകാശങ്ങൾ എന്ന വിഷയത്തിൽ നൗഷാദ് അരീക്കോട് ക്ലാസ് എടുക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം സംശയ നിവാരണം, കലാവിരുന്ന്, മെഹന്തി ഫെസ്റ്റ്, ക്വിസ് മത്സരം, കോംപ്ലിമെന്റ് വിതരണം എന്നിവയും നടക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തി പ്രകടനം ഒഴിവാക്കിയതായി താലൂക്ക് പ്രസിഡന്റ് ഷാഫി പരി, ജനറൽ സെക്രട്ടറി KP മുജീബ്, ട്രഷറർ അമീൻ കള്ളിയത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി അനീസ് കൂരിയാടൻ, സെക്രട്ടറി യഹിയ പറപ്പൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി.